എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിൻ്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചു നീങ്ങുമ്പോൾ മാത്സിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഡിസംബറിൻ്റെ ആദ്യ ആഴ്ചയോടുകൂടി നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3000-ഓളം നിയമനങ്ങൾ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം 35,000 രൂപയ്ക്ക് മേലെ ശമ്പളം വാങ്ങിക്കുവാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരെ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ വരെ ഈ പറയുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ പരീക്ഷ പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മുടെ മനസ്സിലൊരു ഏകദേശ ഐഡിയ എന്ന് പറയുന്നത്. നമ്മളൊരു ഐഡിയ വെച്ചുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 4 മാസം മുതൽ 5 മാസം വരെയാണ് പഠിക്കുവാൻ കിട്ടുന്ന സമയം. അപ്പോൾ ഈ 4 മാസത്തെ പ്രിപ്പറേഷനാണ് നിങ്ങളുടെ ജീവിതത്തിനെ നിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് അടുത്ത ഒരു 4 മാസം നിങ്ങൾ പൂർണ്ണമായിട്ടും പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ പരിപാടികളും ഉപേക്ഷിച്ചുകൊണ്ട് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ആ ഒരു തസ്തികയെ സ്വപ്നം കണ്ടുകൊണ്ട് നീങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും മുഴുവൻ സമയവും പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾ GKയും മാത്സും മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് പേരുണ്ട്, സാറേ ഇംഗ്ലീഷൊക്കെ ഭയങ്കര പാടാ സാറേ ഞങ്ങൾക്ക്. സോ ഇംഗ്ലീഷ് മലയാളം ഒക്കെ അതൊക്കെ ഒഴിവായി കിട്ടാൻ എന്ത് ചെയ്യണം? അത് സാധാരണ എല്ലാ PSC പരീക്ഷയ്ക്കും ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം പോലെയുള്ള വിഷയങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് അത്തരം വിഷയങ്ങളൊന്നും ഇല്ല. നമുക്ക് ആകെ ഇവിടെ GK 80 മാർക്കിൻ്റെ GKയും 20 മാർക്കിൻ്റെ സാധാ മാത്സ്, വളരെ എളുപ്പമുള്ള മാത്സിൻ്റെ ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, സാറേ ഞങ്ങൾ GK എങ്ങനെങ്കിലും വായിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചങ്ങ് എടുത്തോളാം. കുഴപ്പമില്ല സാറേ, 3-4 തവണ വായിക്കുമ്പോൾ എല്ലാം അങ്ങ് സെറ്റ് ആയിക്കോളും. ഒരുപാട് വലിയ കട്ടിയുള്ള സാധനങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ലല്ലോ. ഇല്ല, എളുപ്പമുള്ള ചോദ്യങ്ങളും സ്ഥിരമായിട്ട് പരീക്ഷകളിൽ കാണുന്ന PSC ചോദ്യങ്ങളും മാത്രമാണല്ലോ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കാരണം ഒരു 7ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ സിലബസിന് അകത്ത് കിടക്കുന്ന ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്കൊരു ഏറ്റവും കുറഞ്ഞ ഒരു 2 വട്ടം റിവിഷൻ നടത്താനുള്ള സമയമുണ്ട്. ഇനിയും സമയമുണ്ട്. നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പോലും 2026 ജനുവരി 1-ാം തീയതി മുതലാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പരീക്ഷ നേടിയെടുക്കുവാൻ സാധിക്കും. കാരണം അത്ര മാത്രമേ ഉള്ളൂ സിലബസ്. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പായിട്ടും കിട്ടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. ഇത്തവണ അപേക്ഷകർ വരെ കുറവാണ്. നമ്മളൊരു സാധാരണ 8 ലക്ഷം അപേക്ഷകരെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത് 5 ലക്ഷത്തിന് അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്തവണ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ വരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ
ഈ കിട്ടിയ അവസരം 2025 അവസാനം നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഈ ഒരു വലിയൊരു അവസരം നിങ്ങളത് ജീവിത വിജയമാക്കി മാറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിട്ടുന്ന സമയം അങ്ങ് പഠിക്കുക 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 പഠിക്കുക. സിലബസ് എടുത്തു വെച്ചിട്ട് ആ സിലബസിനകത്ത് കിടക്കുന്ന ഓരോ ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അതേപോലെ മാത്സിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു 2 മണിക്കൂർ സമയം മാറ്റിവെക്കുക. എടാ, നിങ്ങളൊരു 6 മണിക്കൂർ പഠിക്കാൻ ഇരിക്കുന്നുവെങ്കിൽ ഒരു 6 മണിക്കൂർ എങ്കിലും പഠിക്കാൻ ഇരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. കാരണം പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 6 മണിക്കൂറാണ് പഠിക്കാൻ ഇരിക്കുന്നതെങ്കിൽ ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾ മാത്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. 4 മണിക്കൂർ നിങ്ങളുടെ സബ്ജക്റ്റ് എടുത്ത് വെച്ച് പഠിക്കുക. അങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ ഉറപ്പായിട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. ഇവിടെ ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് കുറേ നാൾ കൊണ്ട് പഠിക്കുന്നു, 2 വർഷമായിട്ടിരുന്ന് പഠിക്കുന്നു, 2-3 വർഷമായിട്ടിരുന്ന് പഠിക്കുന്നു. ഇതിനൊന്നും ഒരു ഫാക്ടറേ അല്ല. സോ എത്ര നാൾ പഠിക്കുന്നു എന്നുള്ളതല്ല അല്ല ഒരു മത്സര പരീക്ഷയുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും അത് പഠിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും റിവിഷൻ നടത്തി കൺസിസ്റ്റൻസിയോടുകൂടി സ്ഥിരതയോടുകൂടി മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്ര നാൾ പഠിച്ചു എന്നത് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തില് നിങ്ങൾ നെർവസ് ആയി പോരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മക്കളെ, നമുക്ക് മാത്സിനകത്ത് ഇത്രയും ടോപ്പിക്കുകൾ മാത്രമാണ് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു പരീക്ഷയാണോ 2 പരീക്ഷയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമാകാത്തത് കൊണ്ട് ഇനിയിപ്പോൾ 2 പരീക്ഷയാണെങ്കിലും സിലബസിൽ മാറ്റമില്ല. സിലബസ് 80 മാർക്കിന്റെ GKയും 20 മാർക്കിന്റെ മാത്സ് മാത്രമാണ്. സിലബസിൽ മാറ്റമില്ല. പക്ഷേ അവർ ചിലപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ട് പരീക്ഷ വേണമെങ്കിൽ നടത്താം, ഒരു സാധ്യതയുണ്ട്. പക്ഷെ സിലബസിൽ മാറ്റമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ മാത്സിന് ഇത്രയും ടോപ്പിക്കുകളാണ് സിലബസ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററുകൾ മാത്രമേ ഇവര് സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിക്കേ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, LCM ആൻഡ് HCF, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, ശരാശരി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇത്രയും സാധനങ്ങളാണ് മാത്സിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ബാക്കി ബോട്ട് മാസ് ഉൾപ്പെടെ താഴോട്ട് വരുന്ന ഭാഗങ്ങൾ മെന്റൽ എബിലിറ്റി പോർഷനകത്ത് വരുന്നതാണ്. അങ്ങനെ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ആ 20 മാർക്കിനകത്ത് നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ മാത്രം മാറ്റി വെച്ചുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് 18 മാർക്ക് ഷുവറാണ്. 18 to 19 ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു 2 മണിക്കൂർ സമയമെങ്കിലും മാത്സിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. അതൊരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്ത് ടോപ്പിക്ക് സാറേ ഞങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയോ ഇന്ന ടോപ്പിക്ക് ഒരു അല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, താഴെ കമന്റ് ചെയ്യടാ, പറഞ്ഞു തരാം ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന്. LGS പരീക്ഷയല്ലേ, കാട് കയറി പഠിക്കണ്ട. ഞാൻ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. കാരണം അത് മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി അല്ല, +2 ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി അല്ല, നിങ്ങളൊരു 10th ലെവൽ പരീക്ഷയ്ക്ക് പോലും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി അല്ല. നിങ്ങളൊരു 7ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു സാധാരണ ഒരു LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്. അപ്പൊ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ, ശരാശരി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ, സാറേ എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്? ഒരു 6 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ 10 ടൈപ്പ് ചോദ്യങ്ങളും പഠിക്കണം. 2021 to 2025 പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും പഠിക്കണം. പക്ഷേ നിങ്ങൾ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുനിന്ന് 5 ടൈപ്പ് അങ്ങ് അറ്റം പോയ 6 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. അത് മാത്രമാണ് ഇത്ര നാളും ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെയും ഏറ്റവും എളുപ്പമുള്ളതും പിന്നെ അതേപോലെ തന്നെ ഒരു ശരാശരി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന പോകുന്ന ഉദ്യോഗാർത്ഥിക്ക് മാത്സിനകത്തെ
ഒരു 18-19 മാർക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള സൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്കിപ്പോൾ ഒരു യാത്രയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണെങ്കിലും കൺസേൺഡ് ആയിട്ട് നിൽക്കുന്ന അധ്യാപകരോട് സംസാരിച്ചുകൊണ്ട് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി അവസാനിക്കും. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കേടി പോരുത്. അതല്ല, നമ്മുടെ പഠനയാത്രയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൺസേൺഡ് അധ്യാപകനോട് ഡിസ്കസ് ചെയ്ത്, സാറേ ഈ ടോപ്പിക് എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എൻ്റെ പരീക്ഷ കമ്പനി ബോർഡ് LGS പരീക്ഷയാണ്, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ എത്ര ടൈപ്പ് ചോദ്യങ്ങൾ പഠിക്കണം, ഞാൻ ഓരോ ദിവസം പഠിക്കുമ്പോഴും എത്ര മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്, ഇനി ഞാൻ ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങൾ ഷെയർ ചെയ്തു തരാൻ പറ്റുമോ? ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സഹായിക്കുവാൻ അധ്യാപകരായിട്ടുള്ള ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് എത്ര തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും ജോലി കിട്ടും കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ റാങ്ക് എപ്പോഴും ഒരു 100, 150, 500-നകത്തേക്ക് നമ്മൾ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിരുന്നാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും ജോലി കിട്ടും. കാരണം ഇപ്പോൾ തന്നെ 13 മാസം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിൽക്കുമ്പോൾ പോലും 2000-ന് മേലെ റാങ്ക്, 2100 റാങ്ക് നേടിയ ആൾക്കാർക്ക് വരെ ഇപ്പോൾ ഉടനെ അഡ്വൈസ് പോകാൻ പോവുക. മനസ്സിലാക്കിക്കോണം. അപ്പോൾ വലിയൊരു സാധ്യതയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. ഒരു ചെറിയ മീനല്ല കമ്പനി ബോർഡ് LGS പരീക്ഷ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാം. ആ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിലബസിനകത്ത് 4-മതായിട്ട് കിടക്കുന്ന ടോപ്പിക്ക് 1, 2, 3, 4 ഏതാ? സിലബസിനകത്ത് 4-മത് കിടക്കുന്ന ടോപ്പിക്കാണ് ദശാംശ സംഖ്യകൾ, ഡെസിമൽ നമ്പേഴ്സ്. എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് അല്ലേ? സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് 2 ചോദ്യം അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾ വരെ LGS പരീക്ഷകളിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ അതാണ് ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. പിടിച്ചോണേ മക്കളെ, പോയിന്റ് ഉള്ള സംഖ്യകളെ പറയുന്ന പേരാണ് ഡെസിമൽ നമ്പേഴ്സ്. 1-മത്തെ പോയിന്റ് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ്. എടാ, പോയിന്റ് ഉള്ള സംഖ്യകളെ പറയുന്ന പേരാണ് ദശാംശ സംഖ്യകൾ. 0.7, 0.26, 0.365, 23.5, 15.36, 2.354, 14.296. അങ്ങനെ അക്കങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, 0.7 എന്ന് കണ്ടാൽ ഒരു ദശാംശ സ്ഥാനമല്ലേ ഉള്ളൂ? ഒരു ദശാംശ സ്ഥാനമല്ലേ ഉള്ളൂ? എങ്ങനെയാ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എണ്ണുന്നത്? പോയിന്റിന് ശേഷം എത്ര അക്കം ഉണ്ടോ നോക്കുക. പോയിന്റിന് ശേഷം എത്ര അക്കമുണ്ടോ അതാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം. അപ്പോൾ പോയിന്റിന് ശേഷം ഒരക്കമേ ഉള്ളത് കൊണ്ട് നമ്മൾ പറയും ആ സംഖ്യക്ക് ഒരു ദശാംശ സ്ഥാനം അല്ലേ? ഒരു ദശാംശ സ്ഥാനമാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ പൂർണ്ണമായ സംഖ്യ ഏതാ? പൂർണ്ണമായ സംഖ്യ എന്ന് പറഞ്ഞാൽ പോയിന്റ് 0 എല്ലാം കളയുക. അപ്പോൾ അവിടുത്തെ പൂർണ്ണമായ സംഖ്യ ഏതാ? 7 അല്ലേ? അതിനെ 10 കൊണ്ട് ഹരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു പോയിന്റേ ഉള്ളെങ്കിൽ താഴെ ഒരു 0. മനസ്സിലായോ? 0.7 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എടാ 0.7 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 7/10. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ 0.26 എന്ന് പറഞ്ഞാലോ? പൂർണ്ണമായ സംഖ്യ 26. പൂർണ്ണമായ സംഖ്യ 26. എത്ര ദശാംശ സ്ഥാനമുണ്ട്? 2. 2 അല്ലേ? അപ്പൊ 2 0 ഇതാണ് കണ്ടോ 100. അപ്പോൾ 0.26 എന്ന് പറഞ്ഞാല് 26/100 ആണ്. അങ്ങനെയാണെങ്കിൽ 0.365 എന്ന് കണ്ടാൽ
പൂർണ്ണമായ സംഖ്യ 365. എത്ര ദശാംശ സ്ഥാനമുണ്ട്? 3. അങ്ങനാണെങ്കിൽ 3 0 1 2 3, അതായത് 0.365 എന്ന് കാണുമ്പോൾ അതിന് നമുക്ക് പറയാം 365 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം. അങ്ങനാണെങ്കിൽ 2.354 എന്ന് കാണുമ്പോൾ പൂർണ്ണമായ സംഖ്യ എന്ന് പറഞ്ഞാൽ 0 എല്ലാം കളയുക. പൂർണ്ണമായ സംഖ്യ 2354. 2354. എത്ര ദശാംശ സ്ഥാനം? 3 അല്ലേ? 3 ആണെങ്കിൽ 3 0 1 2 3. കണ്ടോ? അപ്പോൾ ചോദ്യകർത്താവ് വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കും 23.5ന്റെ ഭിന്നസംഖ്യാ രൂപം ഏത്? അപ്പോൾ നിങ്ങൾ പറയണം 23.5 പൂർണ്ണമായ സംഖ്യ 235. ഒരു ദശാംശ സ്ഥാനമേ ഉള്ളത് കൊണ്ട് 10 കൊണ്ട് ഹരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ 23.5 എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം 235/10 ആണ്. ഇതിനെ പറയുന്ന പേരാണ് ഭിന്നസംഖ്യാ രൂപം. ആണോ? അപ്പോൾ ഒരു ദശാംശ സംഖ്യ കിട്ടിയാൽ അതിനെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ എല്ലാവരും പഠിച്ചല്ലോ. ഒരു ദശാംശ സംഖ്യ കിട്ടിയാൽ അതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാൻ നമ്മൾ ഓരോരുത്തരും പഠിച്ചു. ഇതാണ് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണേ? അപ്പോൾ ഒരു ദശാംശ സംഖ്യ കിട്ടിയാൽ അതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം ഒരു LGS പരീക്ഷയാണിത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു ചോദ്യം വരാം. അതെല്ലാവർക്കും മനസ്സിലായി. ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചോടാം. ഇനി രണ്ടാമത്തെ പോയിന്റ്. ഇപ്പൊ നമ്മൾ എന്തോ പഠിച്ചത്? ഒരു ദശാംശ സംഖ്യ കിട്ടിയാൽ അതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാൻ പഠിച്ചു. ഇനി ചോദ്യകർത്താവ് ചിലപ്പോഴേ ഒരു ദശാംശ സംഖ്യ തന്നിട്ട് അതിനെ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റാൻ പറയും. അത് കൊള്ളാമല്ലോ. കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ചില സമയത്ത് സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് മാറ്റുക, കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് മാറ്റാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ താണ്ടേ 0.72569 കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റുക. എന്താണ്? കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റണം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്തെന്നറിയാം? ഇവനെ ആദ്യം ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ? എന്താ ചെയ്യേണ്ടത്? ആ പൂർണ്ണമായ സംഖ്യയായ 72,569 അങ്ങോട്ട് എഴുതി വെച്ചിട്ട് എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1 2 3 4 5 ദശാംശ സ്ഥാനം. അപ്പൊ 5 0 എഴുതുക. 1 2 3 4 5. ഇനി ഈ സാധാരണ നമ്മളെ 4 0 ആണെങ്കിൽ ഒരു സംഖ്യക്ക് 2 0 പോട്ടെ, 2 0 ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ പറയുന്നത്? 100. അതിനെ നമുക്ക് ചുരുക്കി എത്ര 0 ഉണ്ട്? 2 0. 10⁻2 എന്ന് പറയാം കേട്ടോ. 2 0 ഉള്ളെങ്കിൽ അതിന് നമുക്ക് 10⁻2 എന്ന് പറയാം. അങ്ങനാണെങ്കിൽ മക്കളെ 3 0 ആണെങ്കിൽ അതിന് നമുക്ക് 10⁻3 എന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ ദാണ്ടേ ഇവിടെ എത്ര 0 ഉണ്ട്? ഇവിടെ കിടക്കുന്നത് 5 0 അല്ലേ? അപ്പൊ നമുക്ക് 10⁻5 എന്ന് പറയാം. കണ്ടോ? ഇനി താഴെ കിടക്കുന്ന ഒരു കൃത്യംഗ സംഖ്യയെ പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോയാൽ പവർ മൈനസ് ആവും. അതൊക്കെ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയാം. താഴെ കിടക്കുന്ന ഒരു കൃത്യംഗ സംഖ്യയെ മുകളിലോട്ട് പിടിച്ചുകൊണ്ട് പോയാൽ അവന്റെ പവർ മൈനസ് ആവും. സോ അങ്ങനാണെങ്കിൽ ദാ പിടിച്ചു 72,569 താഴെ കിടക്കുന്ന 10⁻5 മേപ്പോട്ട് പോയാൽ പവർ മൈനസ് ആവും. ദാണ്ട ഇത്ര ഉള്ളു പരിപാടി. കൊള്ളാമല്ലോ. ഇത് എഴുതി വെച്ച ഒരു മാർക്കാ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാൻ പഠിച്ചു.
ദശാംശ സംഖ്യയെ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റാനും പഠിച്ചു. രണ്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത്, ഇനി നമുക്കേ നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് ദശാംശ സംഖ്യകൾ കിട്ടിയാൽ എങ്ങനെയാണ് കൂട്ടിയെടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ സാധാരണ നമ്മളെ സംഖ്യകളെ കൂട്ടുന്നതിന് മലയാളത്തിൽ പറയുന്ന പേര് സങ്കലനം അല്ലെങ്കിൽ അഡീഷൻ എന്നാണ് പറയുന്നത്. മറന്നുപോലെ, സംഖ്യകളെ കൂട്ടുന്നതിന് നമ്മൾ എന്തോ പറയുന്നത്? അഡീഷൻ അല്ലെങ്കിൽ സങ്കലനം എന്നാണ് പറയുന്നത്. മറന്നു പോകരുത്. സോ അങ്ങനെയാണെങ്കിൽ 1.091 പ്ലസ് 1.33 എത്ര എന്ന് ചോദിച്ചാൽ ദാണ്ടേ ഇങ്ങോട്ട് ചോദിക്കേ. 1.091 അതിൻ്റെ കൂടെ 1.33 കൂട്ടണം അല്ലേ? പോയിന്റ് എല്ലാം ഒരുപോലെ വരണം, അത്രേ ഉള്ളൂ. പോയിന്റ് എല്ലാം ഒരുപോലെ വരണം. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ 1 പോയിന്റ് എല്ലാം ഒരുപോലെ വന്നാൽ മതി. 3 ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കണം. കണ്ടോ? പോയിന്റ് എല്ലാം ഒരേപോലെ വരണം, അത്രേ ഉള്ള ഐഡിയ. ഇനി നമ്മൾ അങ്ങനെ എഴുതി വെക്കുമ്പോൾ എവിടെയെങ്കിലും സ്ഥാനങ്ങളുടെ കുറവുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ, എവിടെയെങ്കിലും സ്ഥാനങ്ങളുടെ കുറവുണ്ടെങ്കിൽ അവിടെ വെറുതെ 0 അങ്ങ് ഇട്ട് കൊടുക്കുക. അവിടെ വെറുതെ 0 ഇട്ട് കൊടുക്കുക. അവിടെ വെറുതെ 0 ഇട്ട് കൊടുക്കുക. അവിടെ വെറുതെ 0 ഇട്ട് കൊടുക്കുക. 1ഉം 0ഉം കൂടെ കൂട്ടിയ 1, 9ഉം 3ഉം കൂടെ കൂട്ടിയ 12, ശിഷ്ട 1. 1ഉം 0ഉം കൂടെ കൂട്ടിയ 1, 1ഉം 3ഉം 4, പോയിന്റ്. 1ഉം 1ഉം കൂടെ കൂട്ടിയ 2, ഉത്തരം 2.421. പരിപാടി കഴിഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ താണ്ടാ 5ഉം ഇതും കൂടെ കൂട്ടണം അല്ലേ? 5 എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ. അതിൻ്റെ കൂടെ 0.0075 കൂട്ടിയാൽ ഉത്തരം എത്ര എന്നാണ് ചോദ്യം. ഇതാണ്ടേ നോക്കിക്കോ, 5 എഴുതി വെച്ചു. അതിൻ്റെ കൂടെ 5 എന്ന് പറഞ്ഞാൽ 5.000 എന്ന് പറയാം. കാരണം പോയിന്റിന് ശേഷം വരുന്ന പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല. അപ്പൊ 5ന് പകരം 5.000 എന്ന് എഴുതിയ തെറ്റൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ കൂടെ 0.0075 കൂട്ടിയാൽ ഉത്തരം എത്ര എന്നാണ് ചോദ്യം. ഇതാണ്ടേ അവസാനം ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ട്, ഒരു 0 ഇട്ട് കൊടുത്തു. കൂട്ടിക്കോ. 0.5 കൂട്ടിയാൽ 5, 0.7 കൂട്ടിയാൽ 7, 0.00, 0.00, 5ഉം 0ഉം കൂടെ കൂട്ടിയാൽ 5, ഉത്തരം 5.0075 എന്ന് വരും. റൈറ്റ് ആൻസർ. പരിപാടി കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളെ കൂട്ടുന്നത്. അപ്പൊ ദശാംശ സംഖ്യകളെ കൂട്ടാൻ എല്ലാവരും പഠിച്ചു. ഇനി ഇതാണ്ടേ ഒരു എക്സാമ്പിളും കൂടെ. അതാണ്ടേ കുറെ എണ്ണം ഉണ്ടെങ്കിൽ പോലും പോയിന്റ് എല്ലാം ഒരുപോലെ വന്നാൽ മതി. ഇതാണ്ടേ 9.1 എഴുതി വെച്ചു. 3.22, 0.66 എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേ. അതാണ് മക്കളെ, അവസാനം ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ട്, അവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. കൊടുത്തല്ലോ. 0.26 കൂട്ടിയാൽ 8. കണ്ടോ? 0ത്തിന്റെ കൂടെ 2 കൂട്ടിയാൽ 2 6 8. 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3 6 9. 9ഉം 3ഉം 12ഉം 0ഉം കൂടെ കൂട്ടിയാൽ 12. ഉത്തരം 12.98 എന്ന് എഴുതി അവസാനിപ്പിക്കുക. അതായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? അപ്പൊ നമ്മൾ എന്തോ ഇന്ന് പഠിച്ചത്? നമ്മൾ ഇപ്പോൾ പഠിച്ച പരിപാടി എന്ന് പറഞ്ഞാല് ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യയാക്കാൻ പഠിച്ചു, ദശാംശ സംഖ്യകളെ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റാൻ പഠിച്ചു, ദശാംശ സംഖ്യകളെ കൂട്ടാൻ പഠിച്ചു. അപ്പോൾ ദശാംശ സംഖ്യകളെ കുറയ്ക്കാൻ പഠിക്കണ്ടേ? ദശാംശ സംഖ്യകളെ കുറയ്ക്കാനാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ്ടേ ഒന്നാമത്തെ ചോദ്യം. 7.1 നിന്നും
3.456 കുറച്ചാൽ എത്ര? 7.1 നിന്ന് 3.456 കുറച്ചാൽ എത്ര എന്നാണ് ചോദ്യം. നിങ്ങൾ പറയും അവിടെ സ്ഥാനങ്ങളുടെ കുറവുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കണം. കൊടുത്തു. ഓക്കെ. ഇനി 0-6 കുറയ്ക്കാൻ പറ്റുമോ? 0-6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? കടമെടുക്കണം. കടമെടുക്കുന്നത് എവിടുന്നാ? കടമെടുക്കുന്നത് ലെഫ്റ്റ്. അപ്പൊ ദാണ്ടേ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ആ ചങ്ങാതി പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ, എൻ്റെ കയ്യിലെങ്ങും ഒന്നുമില്ല, ഞാനൊരു 0, എൻ്റെ കയ്യിലൊന്നുമില്ല. ശരി. അപ്പൊ എന്ത് ചെയ്യണം? തൊട്ട് വീണ്ടും ലെഫ്റ്റ് ഇവൻ എടുക്കലോട്ട് വന്നു. അപ്പൊ ഇവൻ പറഞ്ഞു ശരി ഞാൻ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നോണം, കടം കൊടുക്കുന്നത് 10. ഇപ്പൊ എൻ്റെ കയ്യിലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഞാൻ ഒരുത്തൻ അങ്ങോട്ട് കൊടുത്തു. ഞാൻ കൊടുക്കുന്നത് 100 രൂപയാണെങ്കിൽ എൻ്റെ കയ്യിൽ 100 രൂപ കുറയത്തില്ലടാ പിള്ളേരെ, കുറയും അല്ലേ? പക്ഷെ ഇവിടെ പരിപാടി അങ്ങനല്ല. നിങ്ങളൊരു കടം കൊടുക്കുന്നത് 10, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നും 1 കുറയത്തുള്ളൂ. ആഹാ, അത് കൊള്ളാമല്ലോ. നിങ്ങൾ കടം കൊടുക്കുന്നത് 10, പക്ഷെ നിങ്ങളുടെ സ്ഥാനം 1 മാത്രമേ കുറയത്തുള്ളൂ. അങ്ങനെ ഒരു പരിപാടിയുണ്ട്, അത് ഓർത്തു വെച്ചോണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1 കടം കൊടുത്തു, അപ്പൊ 1 എന്തായിട്ട് മാറി? 0 മാറി. 1 കുറഞ്ഞാൽ 0 മാറും. ആ കടമായ 10 കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോവാ. നമ്മൾ വലത്തോട്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും 0 കിടപ്പോ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആ വണ്ടിയും കൊണ്ടേ നമ്മൾ കടം കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി 10 കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ എവിടെയെങ്കിലും 0 കിടപ്പോ ഉണ്ടെങ്കിൽ ഇവന്മാരെല്ലാം കയറി അങ്ങ് പിടിക്കും. പാവം പിടിച്ചവന്മാർ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലേ, എന്തെങ്കിലും കിട്ടുന്ന ആട്ടൊന്നും കയറി അവന്മാർ കയറി പിടിക്കും. അവന്മാർ കയറി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവന്മാരെല്ലാം 9 മാറും. എന്ത് കളിയാ നോക്കണേ. പക്ഷെ നമുക്ക് കുറവൊന്നുമില്ല. നമ്മൾ ആ കടം കൊണ്ട് പോകുന്ന 10 കൊണ്ട് പോകുമ്പോൾ നമുക്ക് 10-ലൊരു കുറവും വരത്തില്ല. ലവന്മാര് കയറി പിടിച്ചോമാർക്കെല്ലാം 9 കിട്ടുകയും ചെയ്യും. എന്ത് കൂത്താണിതല്ലേ? അതാണ് അതിൻ്റെ ഒരു പരിപാടി. അപ്പൊ താണ്ടേ 10 കൊണ്ട് പോകുമ്പോൾ ഇവൻ കയറി പിടിച്ചു, അവൻ 9. പക്ഷെ നമ്മുടെ 10 നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാ. നമ്മുടെ 10 കുറവില്ല. ആ 10 താണ്ടേ 10 ഇവിടെ തന്നെ ഉണ്ട്. ഇനി പറയാം, 10-6 കുറച്ച എത്ര? 10-6 കുറച്ച 4, 9-5 കുറച്ച 4. 0-1 4 കുറയ്ക്കാൻ പറ്റുമോ? 0-4 കുറയ്ക്കാൻ പറ്റത്തില്ല. വീണ്ടും അവൻ പോയി കടമെടുക്കണം. അവൻ കടമെടുക്കേണ്ടത് ഇവനീന്ന്. അപ്പൊ 7 എന്ന് പറയുന്നവൻ കടം കൊടുത്തു. 7 കടം കൊടുത്ത 6 മാറും. കിട്ടിയത് 10. ആ 10 ഇവിടെ വരുമ്പോൾ 0 + 10 10. 10-4 കുറച്ചാൽ 6. കുത്ത് ദാണ്ടേ 6-ന്ന് 3 കുറച്ചാൽ 3. ഉത്തരം 3.644 വരും. റൈറ്റ് ആൻസർ. സോ കടമെടുക്കാൻ അറിയാത്ത ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ലെഫ്റ്റിന്ന് പോയിട്ട് കടമെടുക്കണം. കടമെടുക്കുമ്പോൾ ആ കടം കൊടുത്തവനുണ്ടല്ലോ, അവന്റെ കയ്യിൽ നിന്ന് ഒരു സ്ഥാനമേ കുറയത്തുള്ളൂ. കിട്ടുന്ന ഒരു 10 കിട്ടുകയും ചെയ്യും. അതും കൊണ്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇടയിൽ ആരെങ്കിലും 0 കയറി പിടിച്ചാൽ അവന്മാരെല്ലാം 9 മാറുകയും ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിൽ ഓർമ്മയിലുണ്ടാവണം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പതിയെ പോകാം. രണ്ടാമത് കിടക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ 7.304 നിന്ന് 1.15 കുറച്ചാൽ എത്ര എന്നാണ് ചോദ്യം. ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അപ്പോ നമ്മൾ ആദ്യം സംഖ്യ എടുത്ത് അങ്ങോട്ട് എഴുതി വെക്കാൻ പോവാണ്. 7.304 നിന്ന് നമുക്ക് കുറയ്ക്കേണ്ടത് 1.15 ആണ്. പോയിന്റ് എല്ലാം ഒരുപോലെ വരണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 1.15 കുറച്ചാൽ എത്ര എന്നാണ് ചോദ്യം. കുറയ്ക്കണം. സ്വാഭാവികമായിട്ടും അക്കങ്ങൾക്ക് എവിടെങ്കിലും കുറവുണ്ടെങ്കിൽ 0 ഇട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കണ്ട് ഇവിടെ ഒരു 0 അങ്ങ് ഇട്ട് കൊടുക്കുക. പരിപാടി കണ്ടോ,
അവിടെ ഒരു 0 ഇട്ട് കൊടുത്തു, ആ ഒരു പ്രശ്നം അവസാനിപ്പിച്ചു. ഇനി പതുക്കെ കുറയ്ക്ക്. 4 ന്ന് 0 കുറച്ചാൽ 4 അല്ലേ, 4 ന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 4. ഇനി 0 ന്ന് 5 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കടമെടുക്കും. ഞാൻ പറഞ്ഞു തന്ന ഓർമ്മയിൽ വേണം, കടം കൊടുക്കുന്നത് 10ഉം ആ കടം കൊടുത്തവന് 1ന്റെ കുറവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ തൊട്ടടുത്ത് കിടന്നെടുക്കുന്ന അടുക്കിലോട്ട് പോയി. ഇവന്റെ കയ്യിൽ നിന്ന് കടമെടുത്ത് കഴിയുമ്പോൾ 3 എന്ന് പറയുന്നവൻ 1 കുറഞ്ഞിട്ട് 2 മാറും. നമുക്ക് കിട്ടുന്നത് 10. ആ 10ഉമായിട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോയി. അപ്പൊ ഇവിടോട്ട് വരുമ്പോൾ 10 എന്നായി. 10 ന്ന് 5 കുറച്ചാൽ 5 കഴിഞ്ഞു. ഇനി 2 ന്ന് 1 കുറയ്ക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ പിന്നെ കുഴപ്പമില്ല, കടം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ന്ന് 1 കുറച്ച് കഴിഞ്ഞാല് 1 കുത്തിട്ടു. 7 ന്ന് 1 കുറച്ച് കഴിഞ്ഞാല് 6 വരും. നമ്മളുടെ ഉത്തരം 6.154 എന്ന് എഴുതി അവസാനിപ്പിക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. കഴിഞ്ഞല്ലോ. സോ അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെ മറ്റൊരു ചോദ്യം കൂടി നമുക്ക് നോക്കിയേക്കാം. ശ്രദ്ധിക്കുക. 0.0245 നിന്ന് 0.01 കുറച്ച ആൻസർ എത്ര എന്നാണ് ചോദ്യം. പഴയതുപോലെ എഴുതി ഇതാണ്ടേ 0.0245 എഴുതി വെച്ചു. ഇതിൽ നിന്നും 0.01 കുറയ്ക്കേണ്ടത്. ചെയ്യേണ്ട പരിപാടി, എവിടെയെങ്കിലും സ്ഥാനങ്ങളുടെ കുറവുണ്ടെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുക്കണം. നമ്മൾ വേണ്ടേ, ഇവിടെ 0 ഇട്ടു, ഇവിടെയും 0 ഇട്ടു. 5 ന്ന് 0 കുറച്ചാൽ 5, 4 ന്ന് 0 കുറച്ച് കഴിഞ്ഞാല് 4 ആയി. 2 ന്ന് 1 കുറച്ചാൽ 1, 0 ന്ന് 0 കുറച്ചാൽ 0 തന്നെയാണ്. വേണ്ടേ, 0 ന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം 0. അപ്പോൾ 0.0145 എന്ന് എഴുതി അവസാനിപ്പിക്കണം. സോ അങ്ങനെ നമ്മളൊരു 3 ചോദ്യങ്ങൾ, സംഖ്യകളെ കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 ചോദ്യങ്ങൾ ക്ലാസ്സിൽ പഠിച്ചു. ബാക്കി 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ളതാണ്. ഈ 2 ചോദ്യങ്ങളുടെയും ആൻസർ നിങ്ങൾ ഒരു പേപ്പറിനകത്ത് എഴുതി ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കണേ. അപ്പം നമ്മൾ വീഡിയോ ലെങ്തി ആയി പോകുന്നത് കൊണ്ട് വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്സിൻ്റെ ആദ്യ ക്ലാസ് ഇവിടെ തുടങ്ങുകയാണ്. തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഓരോ ദിവസങ്ങൾ ഓരോ മാത്സിലെ ഓരോ ടോപ്പിക്കുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും വരും. അപ്പം നിങ്ങളുടെ എല്ലാ സജഷനും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് തീർന്നിട്ടില്ല, ചാപ്റ്റർ തീർന്നിട്ടില്ല. വീഡിയോ ലെങ്തി ആയി പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ദശാംശ സംഖ്യ എന്ന് പഠിച്ചു. ഒരു ദശാംശ സംഖ്യ കിട്ടിയാൽ അതിനെ എങ്ങനെയാണ് ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റേണ്ടത് എന്ന് പഠിച്ചു. ഒരു ദശാംശ സംഖ്യ കിട്ടിയാൽ അതിനെ എങ്ങനെയാണ് കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റേണ്ടത് എന്നും പഠിച്ചു. അങ്ങനെ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ദശാംശ സംഖ്യകളെ കൂട്ടാൻ പഠിച്ചു. അതേപോലെ കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വ്യവകലനവും നമ്മൾ പഠിച്ചു. ഇനി ഗുണനമുണ്ട്, ഹരണമുണ്ട്, വലുതേത് ചെറുതേത്, ആരോഹണം അവരോഹണം, അങ്ങനെ കുറേ ചോദ്യങ്ങൾ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ 2021 മുതൽ 2025 വരെ വിവിധ 10th ലെവൽ പ്രിലിംസ് പരീക്ഷകളിൽ ദശാംശ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾ കൂടി ക്ലാസ്സിൽ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ ഈ ചാപ്റ്റർ അവസാനിക്കത്തുള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ ചാപ്റ്ററുകൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് നിയമനങ്ങൾ നടക്കും. പക്ഷേ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ പഠിക്കുന്നത് അങ്ങ് അറ്റവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങ് അറ്റമാണെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് ഭേദപ്പെട്ട മാർക്കിലേക്ക് എത്താൻ സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ധാരണ ഉണ്ടാകണം. അപ്പം നമ്മളിവിടെ അറിവ് നേടാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്, മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഏത് നിലവാരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു നിലവാരത്തിൽ മാത്രമേ നിങ്ങൾ പഠിക്കാവുള്ളൂ. നമ്മളുടെ അറിവ് ചെക്ക് ചെയ്യുക എന്നുള്ളതിലുപരി നമുക്ക് ആ ചോദ്യം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അവിടെ ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ
കമ്പനി ബോർഡ് LGS പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നീങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ കിട്ടിയ വലിയൊരു സാധ്യതയാണ് ഈ ഒരു അവസരം എന്ന് പറയുന്നത്. ഇപ്പോൾ പരീക്ഷയുടെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആധികാരികത കുറച്ച് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. പരീക്ഷ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഓൾറെഡി നിങ്ങളുടെ ആ ഒരു സംശയം അവിടെ ക്ലിയർ ചെയ്ത് പോയതാണ്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ജനറൽ വീഡിയോയുടെ പുറകിന് പോകരുത്. നമ്മുടെ ചാനലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ വീഡിയോ കാണുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ചാടി കയറിപ്പോകും. എന്നാൽ കണ്ടന്റ് വീഡിയോ ഇടുന്ന സമയത്ത് ആരും നോക്കത്തുമില്ല. ഈ പഠിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, ഇനി നമ്മൾ ജനറൽ വീഡിയോ അല്ല നോക്കേണ്ടത്. എന്ന് പരീക്ഷ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു വീഡിയോയ്ക്ക് കീഴിലല്ല നിങ്ങൾ പോകേണ്ടതിന്. നമുക്കറിയാം എന്തായാലും കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ ഒരു മെയ് മാസത്തിന്റെ തുടക്കത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 2 പരീക്ഷ ആയിക്കോട്ടെ പിള്ളേരെ, അല്ലെങ്കിൽ ഒരെണ്ണം ആയിക്കോട്ടെ, എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറയുന്നത് ഒരു 4 മാസത്തെ സമയമാണ് പഠിക്കാൻ കിട്ടുന്നത്. ആ 4 മാസത്തെ സമയം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ അത് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ പുറകിന് പോയിട്ട് ഇവിടെ ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ പുറകിന് പോവുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു കാലയളവിൽ 2021 മുതൽ 2025 വരെ കേരള PSC നടത്തി മാറിയ വിവിധ 10th ലെവൽ പരീക്ഷകളുടെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സോ നിങ്ങളെ എല്ലാ രീതിയിലും കൃത്യമായിട്ട് സഹായിക്കുക. നിങ്ങൾ 1 മണിക്കൂർ പഠിക്കുന്നു എങ്കിൽ ആ 1 മണിക്കൂർ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു മെന്റർ പറഞ്ഞു തരും. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലൈവ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരും. ആ ലൈവ് ക്ലാസ്സുകളിൽ കിട്ടുന്ന നോട്ടുകൾ വൃത്തിയായിട്ടൊരു ബുക്കിനകത്തേക്ക് എഴുതുന്ന കാര്യം നിങ്ങളെ ഒരു മെന്റർ സഹായിക്കും. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളുടെ റിവിഷനും അതിൻ്റെ മോഡൽ എക്സാമുകളും അതേപോലെ റിവിഷൻ എക്സാമുകളും മന്ത് എൻഡിലെ മോഡൽ എക്സാം OMR പരീക്ഷകളെല്ലാം ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS പരീക്ഷകളുടെ ബാച്ചുകൾ നമ്മൾ തുടങ്ങുകയാണ്. സോ ഇത്തവണ നിങ്ങൾ കേരള സർക്കാരിൻ്റെ ഭാഗമാകുക എന്നുള്ള ആ ഒരു വലിയൊരു ആഗ്രഹം തീർച്ചയായിട്ടും പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലെ ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തവണത്തെ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ നമ്മൾ നേടിയെടുക്കുമെന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി മുമ്പോട്ട് നീങ്ങുക. ഏറ്റവും പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഏറ്റവും മികച്ച മെന്റർഷിപ്പോടുകൂടി നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പുതിയൊരു സെഷനിൽ വീണ്ടും പ്രധാനപ്പെട്ട കുറേ അധികം കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ സജഷൻസും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ അതിനുള്ള സൊല്യൂഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.